السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവുകളും നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്തആലിം സുഹൃത്തുക്കളെ, എനിക്കിന്ന് നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാൻ കിട്ടിയ വിഷയം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ അല്ലാഹുവിൻ്റെ കലാമായ സൂറത്തുൽ മാഊൻ എന്നതിനെ പറ്റിയാണ്. ഒരു മുസ്ലിം എന്നുള്ളത് സാധാരണ തൂവെള്ള വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ തൊപ്പി ധരിച്ച് സാധാരണ മനുഷ്യരെ പോലെ നടക്കേണ്ടവരല്ല. മറിച്ച് ഇസ്ലാം മതം എന്നുള്ളത് സമൂഹത്തിൽ തളർന്നു നിൽക്കുന്ന ആൾക്കാരെ താങ്ങിപ്പിടിക്കുന്ന ഒരു മതവും കൂടിയാണ് ഇസ്ലാം എന്നുള്ളത്. ഞാൻ കൂടുതലായി കൊടുത്തു പറയുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നബിയെ, മതത്തെ തള്ളിക്കളയുന്നവർ അവർ ആരാണ് എന്നറിയുമോ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. മതത്തെ തള്ളിക്കളയുന്നവർ ആരാണ് നബിയെ എന്നും മറ്റു ചില മുഫസ്സിരീങ്ങൾ പ്രതിഫലം കൊണ്ട് കളവാക്കുന്നവർ ആരാണ് നബിയെ എന്നും പറഞ്ഞവരുണ്ട്. പ്രതിഫലം കൊണ്ട് കളവാക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമുണ്ട്, അതുപോലെ തന്നെ നരകമുണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത കാരണത്താൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമെന്നും പറഞ്ഞിട്ടും ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവരെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു ചില മുഫസ്സിരീങ്ങൾ ഈ വിഷയം അറിയിച്ചു തന്നത്. എന്നിരുന്നാലും റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മതത്തെ തള്ളിക്കളയുന്നവർ എന്ന് തന്നെയാണ്. ഇതിൽ വലിയ ഗാംഭീര്യമുണ്ട്. കാരണം ഇനി ശേഷം പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ഒരു മുസ്ലിമിനില്ല എങ്കിൽ അവൻ പരിപൂർണ മുസ്ലിമല്ല എന്നാണ് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിൽ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് അബൂജഹലിന്റെ കാലത്ത് ഒരു യതീം അവന്റെ അവകാശവുമായി അബൂജഹലിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അബൂജഹല് അതിനെ നിഷേധിക്കുകയായിരുന്നു. അക്കാരണത്താലാണ് ഈ സൂറത്ത് ഇറങ്ങിയതെന്നും പറയുന്നവരുണ്ട്. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ ഈ ഒരു ഉദാഹരണം ഈ സൂറത്തിലേക്ക് വെച്ചു കൊടുക്കാം എന്നുള്ള രൂപത്തിലും മുഫസ്സിരീങ്ങൾ പറഞ്ഞവരുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തെ നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞവരിൽ ഒരു കൂട്ടർ അത് യതീം മക്കളെ കൈയൊഴിയുന്നവരെ പറ്റിയാണ്. അതായത് യതീം മക്കളെ നല്ല നിലക്ക് സംരക്ഷിക്കാത്തവരെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു സദസ്സിൽ പറയുകയുണ്ടായി, അന വകാഫിലുൽ യതീമി ഹകദാ ഫിൽ ജന്ന എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഞാനും അതുപോലെ തന്നെ യതീം മക്കളെ സംരക്ഷിക്കുന്നവരായ ആൾക്കാരും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു.
ഇപ്രകാരം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമായിരിക്കും, നബി തങ്ങളുടെ അടുക്കൽ തന്നെയായിരിക്കും എന്നാണ് ഇതിന്റെ ഉദ്ദേശം. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് നബി തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കെ ഒരു കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു നിവേദനത്തിൽ കാണാം, കുന്തു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫഅതാഹു ഗുലാമുൻ, അപ്പോൾ ഒരു കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. അതായത് അവിടുത്തെ പള്ളിയുടെ വാതിൽക്കൽ നിന്ന് കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്ന രൂപത്തിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, നബിയെ അന ഗുലാമുൻ യതീമുൻ, ഞാൻ വാപ്പയില്ലാത്തൊരു കുട്ടിയാണ്, എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, വാപ്പയില്ലാത്തൊരു കുട്ടിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന ആ കുട്ടി പറഞ്ഞു. ലഹു ഉമ്മുൻ അർമല വ ഉഖ്തുൻ യതീമ, ഉമ്മയാണെങ്കിൽ വിധവയും എൻ്റെ സഹോദരിയാണെങ്കിൽ ഒരു യതീമുമാണ്, ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ കുറെ കാലമായി ഭക്ഷണമില്ല, അതുകൊണ്ട് അള്ളാഹു തങ്ങൾക്ക് നൽകിയതിൽ നിന്നും ഞങ്ങളെ ഭക്ഷിപ്പിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുക മാത്രമല്ല, അഅതാകല്ലാഹു മിൻ ഇൻദിഹി ഹത്താ തർളാ, ആ ഭക്ഷണത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ തങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുമെന്ന് ദുആ ചെയ്തപ്പോൾ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെയേറെ അത്ഭുതമായി. ആ കുട്ടിയോട് വല്ലാത്ത മഹബ്ബത്ത് തോന്നി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമാ അഹ്സന മാ ഖുൽത യാ ഗുലാം, നീ പറഞ്ഞത് എത്ര വളരെ മനോഹരമായ കാര്യമാണ് കുട്ടിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് തലോടി കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് തന്റെ ഭാര്യമാരുടെ വീടുകളിലേക്ക് ചെന്ന് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ കളക്ട് ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പോവുകയും അവിടുത്തെ ഭാര്യമാരുടെ അടുക്കലിൽ നിന്ന് ലഭിച്ചതായ 21 കാരക്കകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. ഫജാഅ ബിവാഹിദത്തിൻ വഇശ്രീന തംറ, 21 കാരക്കയുമായിട്ട് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിക്കുന്നത്ര കാരക്ക ഇങ്ങനെ പിടിച്ചിട്ട് ഉയർത്തിക്കൊണ്ട് അതിലേക്ക് മന്ത്രി ചൂതി കൊടുക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയോട് പറയുന്നു, ഇതിൽ 7 നീ കഴിക്കണം, പിന്നെ 7 നിന്റെ മാതാവിനിക്കും മറ്റുള്ള 7 നിന്റെ സഹോദരിക്കും കൊടുക്കണം. അങ്ങനെ ഇതിനെ വിഹിതിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ ഒരു കാരക്കയും പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് വയറ് നിറക്കണം, രാത്രി ഒരു കാരക്ക, അങ്ങനെ ചില കണ്ടീഷനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നാം ചിന്തിക്കേണ്ടത് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്ത സമയത്തും യതീം മക്കളെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി പറഞ്ഞ ആള്, മതത്തെ തള്ളിപ്പറയുന്നവരിൽപ്പെട്ട രണ്ടാമത്തെ ആള്, അത് സാധുവിന്റെ ഭക്ഷണ കാര്യത്തിൽ തീരെ ശ്രദ്ധ പുലർത്താത്തവരെ പറ്റിയാണ്. അതിൽ 2 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. വലാ യുത്ഇമുൽ മിസ്കീന, സാധുവിന് ഭക്ഷണം കൊടുക്കാത്തവൻ എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പരാമർശിച്ചത്. എന്നാലോ വലാ യഉല്ല അലാ ഇത്ആമിൽ മിസ്കീൻ, സാധുവിനെ ഭക്ഷിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കാത്തവൻ എന്നുമല്ല വിശേഷിപ്പിച്ചത്, മറിച്ച് വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, സാധുവിന്റെ ഭക്ഷണ കാര്യത്തിൽ തീരെ ശ്രദ്ധ പുലർത്താത്തവരെ പറ്റിയാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീരെ ശ്രദ്ധ പുലർത്താൻ പറ്റാത്തതിൽ മറ്റൊരർത്ഥവും കൂടിയുണ്ട്. പ്രേരിപ്പിക്കാത്തവൻ, സാധുവിന്റെ ഭക്ഷണ കാര്യത്തിൽ തീരെ പ്രേരണ നൽകാത്തവൻ, കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല എങ്കിൽ മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതും ഇതിന്റെ ഒരു ഭാഗം കൂടി തന്നെയാണ്. അതുപോലെ തന്നെ
മൂന്നാമതായി പറഞ്ഞ കാര്യം അത് വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്താത്തവരെ പറ്റിയാണ്. അഞ്ചാമതായി പറയുന്നത് ജനങ്ങൾ കാണാൻ വേണ്ടി അമലുകൾ ചെയ്യുന്നവരെ പറ്റിയാണ്. അഞ്ചാമതായി പറയുന്നത് ജനങ്ങൾക്കുള്ള പരോപകാരത്തെ തടഞ്ഞു വെക്കുന്നവരെ പറ്റിയുമാണ്. ഇത്തരക്കാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു സലാമത്താക്കി തരുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂപ്പർ സോൺ ഖുർആൻ സ്പീച്ച്